ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. എൻ്റെ ഗേൾസിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത്. എനിക്കറിയാം ഇത് കേൾക്കാനായിട്ട് നമ്മളുടെ ഈ ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഐ നോ ദാറ്റ്. ഐ സീ യുവർ മെസ്സേജസ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുറേ കാലമായി നമ്മൾ എല്ലാ വർഷവും തന്നെ ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് അറിയുന്ന കാര്യങ്ങളുമാണ്. പുതിയതായിട്ട് ഇപ്പോൾ മിസ് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടൊരു റീല് അതെന്നെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തു. അപ്പം എനിക്കത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. ആ റീലിൽ ഇങ്ങനെ ഒരു കുട്ടി, ആ കുട്ടി ഭയങ്കര എപ്പോഴും ഇങ്ങനെ ഡിപ്രസ്ഡ് ആണ്, എപ്പോഴും ഭയങ്കര വിഷമാണ്, ഇമോഷണലി ലോ ആണ്. കുറച്ച് സമയം ഒന്ന് ബെറ്റർ ആവും, കുറച്ച് ദിവസത്തേക്കൊന്ന് ഓക്കെ ആവും, ഓക്കെ ഞാൻ പഠിക്കും, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊക്കെ ഒരു ആക്റ്റീവ് ആവും. ബട്ട് സ്റ്റിൽ ഷീ ഗോസ് ബാക്ക് ടു ദ സെയിം തിങ്. അപ്പോൾ അതിൽ ആ കുട്ടി എന്നിട്ട് ഇങ്ങനെ ആ കുട്ടിയുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരോടും ടീച്ചേഴ്സിനോടും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. സം ഡേ, ഒരു ദിവസം ഞാൻ ആരെങ്കിലും ആവും, വൺ ഡേ ഐ വിൽ ബി സംബഡി, ഞാൻ എന്തെങ്കിലുമൊക്കെ ആവും, ഞാൻ ലൈഫിൽ സക്സസ്ഫുൾ ആവും എന്നൊക്കെ. പക്ഷെ അപ്പം ആ കുട്ടിയുടെ ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ്, യു ആർ ഓൾറെഡി സംബഡി. അതായത് ഇതുവരെ നീ പഠിച്ച് നിന്റെ എന്തൊക്കെ ഇമോഷണൽ ട്രോമയാണെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ആണെങ്കിലും നിനക്ക് പഠിക്കാനുള്ള നിന്റെ ലേണിംഗ് ഇഷ്യൂസ് ആണ് എല്ലാം ഓവർകം ചെയ്ത് നീ ഇവിടം വരെ എത്തിയില്ലേ. ആൻഡ് യു ആർ സ്റ്റിൽ വർക്കിംഗ് ഹാർഡ്, നോട്ട് ഗിവിങ് അപ്പ് ഓൺ യുവർ ഡ്രീം. അപ്പോൾ യു ആർ ഓൾറെഡി സംബഡി ടുഡേ. ആ ഒരു റിയലൈസേഷനാണ് നമ്മളിൽ പലർക്കും ഇല്ലാത്തത്. നമ്മളെപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു ദിവസം സക്സസ്ഫുൾ ആവും, ഞാൻ എന്തെങ്കിലും ഒരു ദിവസം അവിടെ എത്തും എന്നുള്ള ഒരു ഡ്രീമിൽ ജീവിക്കുന്നവരാണ്. ബട്ട് വൈ ആർ വി നോട്ട് റിയലൈസിങ് വാട്ട് വി ഓൾറെഡി ഹാവ്? അപ്പോൾ ആ സെൽഫ് അവെയർനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. നമ്മൾ എന്താണ്, നമ്മൾ ഇന്ന് സംതിങ് ആണ്, ഓക്കെ, നമ്മൾ എന്തൊക്കെയോ ഉണ്ട്, വി ആർ സംതിങ് ടുഡേ എന്നുള്ള റിയലൈസേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതില്ലാത്തപ്പോഴാണ് ഈ ലോ സെൽഫ് എസ്റ്റീമും ഭയങ്കര ഇമോഷണൽ പ്രശ്നങ്ങളും ഡിപ്രഷനും ആങ്സൈറ്റിയും ഓവർ തിങ്കിങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറി വന്ന് അത് നമ്മുടെ സ്റ്റഡീസിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് എപ്പോഴും ഇമോഷണൽ ആയിട്ടുള്ള ഒരിത് മാത്രമല്ല. എസ്പെഷ്യലി കമ്മിങ് ടു മൈ ഗേൾസ്, ഇത് നമുക്ക് കുറച്ച് നമ്മളുടെ ഹെൽത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള, നമ്മളുടെ ബോഡിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ ബോഡിയെക്കുറിച്ച് പറയുമ്പം നമുക്കറിയാം, നമ്മൾ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളുടെ പീരിയഡ് റിലേറ്റഡ് പ്രോബ്ലംസ്. ഇപ്പോൾ PCOD PCOSൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കുട്ടികളുണ്ടാകും, അപ്പോൾ ഹോർമോണൽ മെഡിക്കേഷൻസ് എടുക്കുന്നവരുണ്ടാകും. അതിൻ്റെ സൈഡ് എഫക്ട്സ് ആക്നെ, പിന്നെ എക്സസ് ബോഡി വെയ്റ്റ്, അല്ലെങ്കിൽ സ്ലീപ്ലെസ്നെസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ടാകും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതത്ര ചെറിയ ഒരു ഇതല്ല. സോ PCOD PCOS ഇപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ലേ എന്നെല്ലാവരും വളരെ ലാഘവത്തോടെ പറയുന്ന കാര്യമാണ്. എസ്പെഷ്യലി ഇത് കേൾക്കുന്ന പേരൻസും ടീച്ചേഴ്സ് വരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ലേ, അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നുള്ളത്. അങ്ങനെയല്ല. ബിക്കോസ് PCOD PCOS PMS മാത്രമല്ല, അതിലുമൊക്കെ സിവിയർ ആയിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. പല മക്കളും അത് റിയലൈസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അതിൻ്റെ ആ പ്രശ്നമുണ്ട് എന്നുള്ളത്. അതായത് ദർ ഇസ് എ കണ്ടീഷൻ കോൾഡ് എസ് PMDD, ദാറ്റ് ഈസ് പ്രീ മെൻസ്ട്രുവൽ ഡിസ്ഫോറിക് ഡിസോർഡർ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പീരിയഡ്സിൻ്റെ ഒരു 1.5 ആഴ്ചയൊക്കെ മുമ്പ് ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും നമുക്ക്. ഇമോഷണലി ചിലർക്ക് ഇമോഷണൽ ആയിരിക്കും, ചിലർക്ക് കരച്ചിൽ നിർത്താൻ പറ്റില്ല, നിർത്താണ്ട് കരയുക, ചിലർക്ക് ആരോടും മിണ്ടണ്ട, സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങളൊരിക്കലും മിസ് ഇത് തന്നെയല്ലേ PMS എന്ന്. PMS ഇതുപോലാണ്, പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം ആയിരിക്കും ഈ കുട്ടികൾക്ക് ഉണ്ടാകും. അപ്പം നമുക്ക് തന്നെ തോന്നും, എന്താണ് എനിക്കിങ്ങനെ നിർത്താണ്ട് കരച്ചിൽ വരുന്നത്, എനിക്ക് എന്താണ് ഇങ്ങനെ പ്രശ്നം, നിർത്താണ്ട് കരയുക, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലി ലോ ആവുക, ആരോട് സംസാരിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് പീരിയഡ്സ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് പെയിൻ, പിന്നെ സിവിയർ ക്രാംസ് ഉണ്ടാകും, വോമിറ്റിംഗ് ഉണ്ടാകും, ഇങ്ങനെയുള്ള തലചുറ്റൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഭയങ്കര ഡീഹൈഡ്രേഷൻ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്ന് കടന്നു പോകുന്നവരുണ്ട്. അത് കഴിഞ്ഞ് പീരിയഡ്സ് കഴിഞ്ഞ് ഒരു 1 വീക്കൊക്കെ ആകുമ്പോഴേക്കും പോസ്റ്റ് മെൻസ്ട്രൽ കണ്ടീഷൻസ് ആയിട്ട് ഇതിങ്ങനെ ഗ്രാജ്വലി കുറഞ്ഞു വരും. എന്നാലും ഈ ഇമോഷണൽ സ്ട്രെസ്സ്, ബോഡിക്ക് ഭയങ്കര ഹീറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ്, ഓവർ സ്വെറ്റിങ്, ഇതൊക്കെ വരുന്നവരുണ്ട്. അപ്പം ഇത് ഫിസിക്കൽ സിംറ്റംസ് ആണ്. ഇമോഷണൽ സിംറ്റംസ് മിസ് ആദ്യം പറഞ്ഞു. അതായത് ഇമോഷണലി നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. ആരോടൊന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും കരയാണ്, പഠിക്കാൻ പറ്റുന്നില്ല, ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ബ്രെയിൻ ഫോഗ് വരുന്നു, എന്തെങ്കിലും ഒന്ന് ചിന്തിക്കുമ്പോഴേക്കും ബ്ലാക്ക് ഔട്ട് ആയി പോകുന്നു. ഇപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ, എനിക്ക് മാത്രമാണോ ഇങ്ങനെ, ഞാൻ പഠിക്കാത്തത് കൊണ്ടാണോ ഇത്, ഞാൻ പഠിച്ചതാണല്ലോ, ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തതാണല്ലോ. അപ്പോൾ ചില ദിവസം നമുക്കത്, ചില ആഴ്ചകളിൽ നമുക്കത് പെട്ടെന്ന് നല്ല റിസൾട്ട് ആയിരിക്കും. നമ്മൾ എക്സാം ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നു, ഓക്കെ, എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓക്കെ. പക്ഷേ
ഓൾ ഓഫ് എ സഡൻ ആയിരിക്കും നമ്മുടെ ഈ ഗ്രാഫ് അങ്ങ് ഡ്രോപ്പ് ആവുന്നത്. നമുക്ക് ബ്രെയിൻ ഫോഗ് വരുന്നു, ബ്ലാക്ക് ഔട്ട് ആയി പോകുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ മക്കളെ, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. സോ വി നെവർ നോ. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിവിയർ സിംറ്റം ഒക്കെ ഉണ്ടെങ്കിൽ ഐ സജസ്റ്റ് യു ടേക്ക് പ്രോപ്പർ മെഡിക്കൽ ഹെൽപ്പ്. നിങ്ങൾ ഉടനെ തന്നെ പോയിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, PMDD ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്താണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്ത് തരും. അത് മക്കൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ നീറ്റ് പ്രിപ്പറേഷൻ ഏറ്റവും ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയമാണ്. ഇതിന് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ നല്ല രീതിയിൽ മെഡിക്കൽ ഹെൽപ്പ് എടുത്ത് നമ്മൾ അതിനെ മാനേജ് ചെയ്യണം. സോ ദാറ്റ് നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പം നമ്മുടെ എക്സാം ഹാളിലെ എക്സ്പീരിയൻസും ആ ദിവസങ്ങളിൽ നമുക്ക് പീരിയഡ്സ് വരികയാണെങ്കിൽ ഈ സിംറ്റംസ് ഒക്കെ കുറച്ച് കുറഞ്ഞ് നമ്മൾ പ്രോപ്പർ മെഡിക്കൽ ഹെൽപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെയുള്ള നിങ്ങളുടെ കോമൺ പ്രോബ്ലംസ് ആയിട്ടുള്ള PMSൽ നിങ്ങൾക്കുള്ള ഈ മെൻ്റൽ സ്ട്രെസ്സും ഡിപ്രഷൻ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. കരച്ചിൽ വരിക അല്ലേ, പിന്നെ ഇമോഷണൽ ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഇപ്പം പെട്ടെന്ന് വീട്ടുകാരോടൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഒപ്പം ഈ എക്സാമിൻ്റെ പ്രിപ്പറേഷനും എൻ്റെ സ്കോർ ഇമ്പ്രൂവ് ആവുന്നില്ല, എനിക്ക് പഠിച്ചതൊന്നും ഓർമ്മയിരുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്ട്രെസ്സും. അപ്പോൾ മക്കൾ ആലോചിക്കുക, ഇറ്റ് ഈസ് ഓൾ ആഡിങ് ഓൺ ടു ദിസ്. ഇത് നിങ്ങൾ പഠിക്കാത്തതിൻ്റെ പ്രശ്നമോ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാത്തതിൻ്റെ പ്രശ്നമോ അല്ല. യു ഹാവ് സ്റ്റഡീഡ്. മിസ് ആദ്യം പറഞ്ഞില്ലേ, യു ആർ ഓൾറെഡി സംതിങ്. നിങ്ങൾ പഠിച്ച് കഷ്ടപ്പെട്ട് ഈ വർഷം മുഴുവൻ ഇരുന്ന് പഠിച്ച്, അല്ലെങ്കിൽ 2 വർഷമായിട്ടിരുന്ന് പഠിച്ച് ഈ ഒരു സ്റ്റേജ് വരെ എത്തിയില്ലേ? ഓക്കെ, നിങ്ങൾ കുറേ എക്സാംസ് എഴുതിയില്ലേ, കുറേ മോക്ക് എക്സാമിൽ നിങ്ങൾ നിങ്ങളുടെ സ്കോർ കണ്ടതല്ലേ. സോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് യു ക്യാൻ നോട്ട് ഡു ഇറ്റ്. അങ്ങനെ പറയുന്ന ആരും ഉണ്ടാവില്ല. ബിക്കോസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് വൺ ഓഫ് ദിസ് ഫാക്ടർ ദാറ്റ് ഇറ്റ് ഈസ് നൗ ഹിൻഡറിങ് യു ഫ്രം റീച്ചിങ് യുവർ സ്കോർ, യുവർ ഡ്രീം സ്കോർ. അത് എന്തെങ്കിലും ഇതിലൊരു കാരണമായിരിക്കും. അപ്പം നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പം നീറ്റ് എക്സാമിൻ്റെ സമയത്താണെങ്കിലോ, നമ്മുടെ പീരിയഡ് ഡേയ്സ് വരുന്നത് ആ മെയ് ഫസ്റ്റ് വീക്ക് ആ സമയത്താണെങ്കിലോ, ഇതേപോലെ ഇപ്പോൾ PMDD ഒക്കെ ഉള്ള മക്കളാണെങ്കിൽ, നിങ്ങളത് ഡയഗ്നൈസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എക്സാം എഴുതാൻ. അപ്പം നിങ്ങൾക്ക് മെഡിക്കൽ ഹെൽപ്പ് എടുക്കാം, നിങ്ങൾക്ക് പീരിയഡ്സ് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും. അത് പ്രോപ്പർ അഡ്വൈസ് എടുത്തിട്ട് മാത്രം ചെയ്യുക. അതിനുള്ള മെഡിക്കേഷൻസ് ഉണ്ട്. കാരണം ഇപ്പം നമ്മൾക്ക് നമ്മുടെ വലിയൊരു ഗോളാണ്, നമ്മുടെ വലിയൊരു ഡ്രീമാണ് നമ്മുടെ നീറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നല്ലപോലെ പെർഫോം ചെയ്യണം. അപ്പോൾ ഈ സ്ട്രെസ്സും കാര്യങ്ങളും ഈ ഹെൽത്ത് ഇഷ്യൂസും കാരണം, അപ്പം എനിക്കറിയാം ചില കുട്ടികളൊക്കെ ഉണ്ട് എല്ലാ മാസവും പീരിയഡ്സിൻ്റെ സമയത്ത് പോയിട്ട് ട്രിപ്പ് ഇടുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ പോയിട്ട് സെലൈൻ കയറ്റുന്നവരുണ്ട്. കാരണം അവർക്ക് അവരുടെ ബോഡിക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരുടെ ബോഡിക്കും ഒരേപോലെ അത്രയും പെയിനും ഇതൊന്നും സഹിക്കാൻ പറ്റുന്നവരില്ല. അപ്പോൾ ഓരോരുത്തരുടെ ബോഡിയും ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള സിവിയർ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യാം, അതിനുള്ള മെഡിക്കേഷൻസ് എടുക്കാം. ഇനി ആ സമയത്ത് ഭയങ്കര പെയിൻ, കുഴപ്പമില്ല മിസ്സേ എനിക്ക് പെയിൻ വരും, ക്രാംസ് ഉണ്ടാവും, അപ്പോൾ അതിന് നമുക്ക് പെയിൻ കില്ലേഴ്സ് ഉണ്ട്, മെഡിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അഗെയിൻ പ്രോപ്പർ മെഡിക്കൽ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം പെയിൻ കില്ലേഴ്സ് എടുക്കാം എക്സാമിൻ്റെ ടൈമിൽ. പിന്നെ ഇപ്പം ആ സമയത്താണ് നിങ്ങൾക്ക് ഹെവി ഫ്ലോ, ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉള്ളവരുണ്ടാവും. പിന്നെ ഇപ്പോൾ ഈ സ്ട്രെസ്സൊക്കെ കൂടുമ്പോഴേക്കും, ഒന്നാമത്തെ സമ്മർ സീസൺ ആണ്, നല്ല ചൂടാണ്. അപ്പോൾ എക്സാം ഹോളിൽ നമ്മൾ പോയി കഴിയുമ്പോൾ പീരിയഡ്സിൻ്റെ സമയമാണെങ്കിൽ നമുക്ക് ഹെവി ബ്ലീഡിങ്ങും നല്ല പെയിനും പ്രശ്നങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പാഡ്സ്, സാനിറ്ററി പാഡ്സ് നിങ്ങൾക്ക് എക്സാം ഹോളിലേക്ക് ക്യാരി ചെയ്യാൻ പ്രശ്നമില്ല. ടാമ്പൺസോ അല്ലെങ്കിൽ മെൻസ്ട്രുവൽ കപ്സോ ഒക്കെ അലൗഡ് ആണ്, അതൊന്നും പ്രശ്നമല്ല. പിന്നെ സിവിയർ പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെഡിക്കേഷൻ നിങ്ങൾക്ക് കയ്യിലെടുക്കാം. ആ മെഡിക്കേഷൻ എടുത്തിട്ട് അത് പോവാം. അല്ലെങ്കിൽ ആ ടീച്ചറിനോട് നിങ്ങൾക്ക് പറയാം, എക്സാം ഇൻവിജിലേറ്ററിൻ്റെ കയ്യിൽ കൊടുത്താൽ മതി, എനിക്ക് ഇങ്ങനെ പ്രശ്നം പെയിൻ വരികയാണെങ്കിൽ ഞാനിത് കഴിക്കും എന്ന് പറയാം. അത് നിങ്ങൾക്ക് ക്യാരി ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ മക്കളതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കരുത്. ഇതൊക്കെ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോഴുള്ള കാര്യമാണ്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് മിസ് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇങ്ങനെ സിവിയർ സിംറ്റംസ് വരുന്നവരാണെങ്കിൽ, ഒന്നാമത്തെ സ്ട്രെസ്സൊക്കെ കൂടി കഴിയുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ഗേൾസിന് പിന്നെ ഏപ്രിൽ ലാസ്റ്റ് വീക്ക്, മെയ് ഫസ്റ്റ് വീക്ക് ആയിരിക്കും പീരിയഡ്സ് വരിക. കാരണം നമ്മൾ നല്ല സ്ട്രെസ്സിലാണ്, എക്സാം വരാൻ പോകുന്നുണ്ട്. ഇത്രയും കാലം നമ്മൾ പ്രിപ്പയർ ചെയ്ത എക്സാമാണ്, അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഭയങ്കര സിംറ്റംസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ്പോൺ ചെയ്യാം, അതിനുള്ള കാര്യം നോക്കുക. സിംറ്റംസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോഴേ തന്നെ കുറച്ച് ലൈറ്റ് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുക, കുറച്ച് വാക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ക്രേവിങ്സ് വരും, നമുക്ക് ഫുഡ് ക്രേവിങ്സ് ഭയങ്കരമായിട്ട് വരും. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുക, എപ്പോഴും പുറത്തുനിന്നുള്ള ഫുഡ്, ഓയിലി ഫുഡൊക്കെ കഴിക്കാണ്ടിരിക്കുക. ഡാർക്ക് ചോക്ലേറ്റ് അങ്ങനെയുള്ളതൊക്കെ കഴിക്കുക. പിന്നെ വീട്ടിലുണ്ടാക്കിയ ഫുഡ് തന്നെ കഴിക്കാൻ നോക്കുക. കാരണം പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിച്ചിനി നിങ്ങൾക്ക് വേറെ അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡയറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് വല്ല ഫുഡ് പോയ്സണോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മുടെ ടൈം പോവും. സോ ഓർക്കുക, നമുക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ, നമ്മൾ നല്ലൊരു മൈൻഡോട് കൂടി, നല്ല ഹെൽത്തോടു കൂടി പോയിട്ട്, ഹെൽത്ത് എന്ന് പറയുമ്പം യുവർ മെൻ്റൽ ഹെൽത്ത്, യുവർ ഫിസിക്കൽ ഹെൽത്ത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതോടുകൂടി എക്സാം ഹാളിൽ പോയി എക്സാം എഴുതുക എന്നുള്ളതാണ്.
അപ്പം മക്കൾക്ക് മനസ്സിലായില്ലേ? അപ്പം പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളെയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഇരുന്ന് പഠിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ക്രാംസ് വരും. അപ്പം ഹോട്ട് വാട്ടർ ബാഗ്സ് യൂസ് ചെയ്യാം. പിന്നെ ഹോട്ട് വാട്ടർ ബാഗ്സ് ഇല്ലാത്തവർക്ക് ഒരു കുപ്പിയിൽ കുറച്ച് ചൂടുവെള്ളം നിറച്ചിട്ട് നിങ്ങളുടെ അടിവയറിൻ്റെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടും. ബാക്ക് പെയിൻ ഉള്ളവർക്കും അങ്ങനെ ചെയ്യാം. പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരേ പൊസിഷനിൽ ഇരുന്ന് പഠിക്കാതെ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ പഠിക്കുക. പിന്നെ ഇറ്റ്സ് ഓക്കെ, ചില ദിവസം നമുക്ക് തീരെ വയ്യാത്തപ്പോൾ 100% പ്രൊഡക്റ്റീവ് ആവാൻ പറ്റിയില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ബീങ് 100% പ്രൊഡക്റ്റീവ് എവറി ഡേ. ഇറ്റ്സ് അബൌട്ട് ഗിവിങ് യുവർ 1%, 5% എവറി ഡേ, ആൻഡ് ഓൾസോ ബീങ് കൺസിസ്റ്റൻറ്റ് അബൌട്ട് ഇറ്റ്. ഇതെൻ്റെ ഗേൾസിനോട് എനിക്ക് പറയാനുള്ളത്, ഒരു ദിവസം നമ്മൾ 0 ആയാലും കുഴപ്പമില്ല, പ്രൊഡക്ടിവിറ്റി 0 ആയാലും ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് പെയിൻ ആണെങ്കിൽ, വേദന ആണെങ്കിൽ നിങ്ങൾ കിടന്ന് ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക. അത് ഓർത്ത് സ്ട്രെസ് ചെയ്ത് ഓവർ സ്ട്രെസ്സും, കാരണം നമ്മുടെ ബോഡി അപ്പോൾ എന്ത് ചെയ്യും, അതേപോലെ റിയാക്ട് ചെയ്യും. എസ്പെഷ്യലി പീരിയഡ്സിൻ്റെ സമയത്ത് നമ്മുടെ ഹോർമോൺസും കാര്യങ്ങളൊക്കെ പീക്കിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ല പോലെ പ്രോപ്പർ മെഡിക്കൽ ഹെൽപ്പ് എടുക്കുക. മിസ് പറഞ്ഞല്ലോ, PCOD PCOS മെഡിക്കേഷനൊക്കെ എടുക്കുന്നുണ്ട് മക്കളുണ്ടെങ്കിൽ ആ എക്സാം ടൈമിലേക്ക് കുറച്ച് സമയത്തൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയാൽ നന്നാവും. കാരണം നിങ്ങൾക്ക് നല്ല ഉറക്ക ക്ഷീണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ PMDD പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മക്കൾ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക, പ്രോപ്പർ കൺസൾട്ടേഷൻ ചെയ്യുക. പിന്നെ മിസ് പറഞ്ഞ പോലെ പെയിൻ കില്ലേഴ്സൊക്കെ എടുക്കാം. എക്സാം ഹോളിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം, അതൊന്നും പ്രശ്നമില്ല. ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് മിസ് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇനി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഗേൾസ് ഒന്നും ടെൻഷൻ അടിക്കരുത്. റിമെമ്പർ വാട്ട് ഐ സെഡ്, യു ആർ ഓൾറെഡി സംബഡി ടുഡേ, ആൻഡ് അക്കോർഡിംഗ് ടു മീ യു ആർ ഓൾറെഡി മൈ ഫ്യൂച്ചർ ഡോക്ടർ. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.